കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നോക്കിയേ, എത്ര മനോഹരമായ ഫോട്ടോയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു പ്രാവിന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു പുസ്തകമാണിത്, അല്ലേ? അതിൽ പരിശുദ്ധാത്മാവായ ദൈവം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പുസ്തകത്തിന്റെ ഉൾവശത്തേക്ക് തുറക്കുകയാണെങ്കിൽ ആത്മാവിന്റെ നിറവിൽ 3, കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലി എന്നെഴുതിയിരിക്കുന്നു. അതിന് താഴെ പരിശുദ്ധാത്മാവായ ദൈവം എന്ന് കൊടുത്തിരിക്കുന്നു. നല്ലൊരു സീനറിയൊക്കെ ഉണ്ടല്ലേ? നോക്കിയേ, ഇഷ്ടമായോ? ഇനി നമുക്ക് പേജ് 6 എടുക്കുക. പേജ് 6ലാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന 12 അധ്യായങ്ങളുടെയും ബ്രീഫായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, 1ാമത്തെ അധ്യായം നോക്കിയേ, കണ്ടോ? ജീവദാതാവായ പരിശുദ്ധാത്മാവ്. 2ാമത്തേത് സഭയുടെ ആരംഭം എന്നുള്ളതാണ്. ഈ 2 അധ്യായങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നു. പിന്നത്തെ അധ്യായങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്നുള്ളതും, സഭ സ്നേഹ സമൂഹം, സഭ ശുശ്രൂഷകർ, സഭയുടെ സവിശേഷതകൾ, മറിയം സഭയുടെ മാതാവ്. ഈ ആദ്യത്തെ 7 അധ്യായങ്ങൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് വരുന്ന ഭാഗം. 8ാമത്തേതായിട്ട് കൂദാശകളെ പറ്റി പഠിക്കുന്നു. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, അനുരഞ്ജന കൂദാശ, വിശുദ്ധ കുർബാന, ജീവന്റെ അപ്പം എന്നീ 12 അധ്യായങ്ങളാണ് നമ്മളുടെ ഈ 3ാം ക്ലാസ്സിലെ പാഠാവലിയിലുള്ളത്. ഏറ്റവും അവസാന താളുകളിൽ യുവാക്കളുടെ വിശുദ്ധനായ വിശുദ്ധ ഡോൺ ബോസ്കോയെ പറ്റി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പുസ്തകത്തിന്റെ 7ാമത്തെ പേജിലേക്ക് ഒന്ന് വന്നേ. കണ്ടോ, അവിടെ കൊടുത്തിരിക്കുന്ന 1 ജീവദാതാവായ പരിശുദ്ധാത്മാവ്, അല്ലേ? നോക്കിക്കേ, നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു പ്രാവിന്റെ ചിത്രം, നല്ല ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? എന്നെല്ലാം നിൽക്കുന്നു. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് സാർ ആദ്യമേ പറഞ്ഞു, അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപ് നാം ദൈവത്തെക്കുറിച്ച് പഠിക്കണം, അല്ലേ? 8ാമത്തെ പേജ് എടുത്തേ, പേജ് 8. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം കൊടുത്തേക്കുന്നത് കണ്ടോ? ഒരു ട്രയാങ്കിള്, 4 പ്രകാശങ്ങൾ, അല്ലേ? ഒരു കുരിശ് പോലെ 4 പ്രകാശങ്ങൾ വരുന്നു, അല്ലേ? അതിന്റെ മേലെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പിതാവ്, ഇരുവശങ്ങളുമായി ഇടതുവശത്ത് പുത്രൻ, വലതുവശത്ത് പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസമായ ത്രിത്വിക ദൈവത്തിന്റെ ഒരു എംബ്ലം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ത്രിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വം എന്ന് പറയുന്നത്. അഥവാ പിതാവും ദൈവമാവുന്നു, പുത്രനും ദൈവമാവുന്നു, പരിശുദ്ധാത്മാവും ദൈവമാവുന്നു. 3ഉം ദൈവങ്ങൾ തന്നെയാണ് എന്ന് വെച്ച് 3 ദൈവങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് ഏകദൈവമാണ്. ഏകദൈവം അല്ലെങ്കിൽ ത്രിത്വം എന്ന് നാം ഇതിനെ പറയുന്നു. ഈ ത്രിത്വം അല്ലെങ്കിൽ ഏകദൈവം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഭയുടെ ഒരു വിശ്വാസ രഹസ്യവും കൂടിയാണ്. നമുക്ക് ത്രിത്വത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ സുഖമായി കാറ്റും കൊണ്ടിരിക്കുകയല്ലേ? ആണ്. നിങ്ങൾക്ക് ആ കാറ്റ് തരുന്നത് ആരാണ്? നിങ്ങൾ പറയും ഫാനിന്റെ അടിയിലിരിക്കുന്നതുകൊണ്ട് ഫാനാണ് കാറ്റ് തരുന്നത്. ശരിയാണ്, ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കും. ഇനി നാം ഫാനിന്റെ മേലേക്കൊന്ന് നോക്കിയേ, എന്താ കാണുന്നത്? ഫാനിന്റെ ലീഫും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ നമുക്ക് നോക്കാം, ഈ ഫാൻ എങ്ങനെയാണ് കാറ്റ് തരുന്നതെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ ഫാനിന്റെ ഉള്ളില് ഒരു മോട്ടോറുണ്ട്. അത് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ലീഫും കറങ്ങുന്നു. പക്ഷെ അത് കറങ്ങണമെങ്കിൽ അതിന് എന്ത് വേണം? എനർജി വേണം. ആ എനർജി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റും. അതെന്താണ്? ഫാൻ. അതേ സമയത്ത് അതിന്റെ ഉള്ളിലുള്ള മോട്ടോറിനെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അത് നമുക്ക് വേണമെങ്കിൽ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കാം. ഇലക്ട്രിസിറ്റി പിതാവായ ദൈവത്തിന്റെ പ്രതീകമാണ്. അതുപോലെ അതിന്റെ ഉള്ളിലിരിക്കുന്ന മോട്ടോർ പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു. ദൈവം എന്ന് പറയുന്നത് അരൂപിയാണെന്ന്. ദൈവം അരൂപിയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രൂപമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക. അപ്പൊ നമുക്കറിയാം അതിൻ്റെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന്. നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അരൂപിയായ ദൈവത്തില് ഒരു വ്യക്തിയുടെ രൂപം നമ്മൾ കാണുകയുണ്ടായി. അതിന് നമുക്ക് വേണമെങ്കിൽ, ഈശോയെ വേണമെങ്കിൽ ഈ നമ്മൾ കാണുന്ന ഫാനിന്റെ ലീഫായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ മനസ്സിലായോ? അരൂപി എന്ന് പറയുന്നത് കാണാൻ പറ്റാത്തതിനെയാണ് അരൂപി എന്ന് പറയുന്നത്. ദൈവത്തിന് രൂപമില്ല, ദൈവം അരൂപിയാവും. ആ സമയത്ത് പുത്രനായ ദൈവത്തെ നാം കണ്ടു, പുത്രനായ ദൈവത്തിന്റെ പഠനങ്ങൾ കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു. അപ്പോൾ നമ്മോടൊപ്പം ജീവിച്ച മനുഷ്യപുത്രനാണ് പുത്രനായ ദൈവം. ഇനി നമുക്ക് നമ്മളുടെ വിശ്വാസം എന്താണെന്ന് നോക്കാം. ക്രൈസ്തവരായ നമ്മള് എത്ര ദൈവങ്ങളാണ് വിശ്വസിക്കുന്നത്? നമ്മള് ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലെ? നമ്മളുടെ വിശ്വാസം പറയുന്നത് ദൈവം ഏകനാണെന്നും ദൈവത്തില് 3 ആളുകളുണ്ടെന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അതാണ് നമ്മൾ ത്രിത്വം എന്ന് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ച് 1-ാം ക്ലാസ്സിലും പുത്രനായ ദൈവത്തെക്കുറിച്ച് 2-ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചു. ഈ 3-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹമായി പുറപ്പെടുന്ന അരൂപിയാണ്. പിതാവിലും പുത്രനിലും നിക്ഷിപ്തമായിരിക്കുന്ന ആ ദൈവിക ഗുണങ്ങൾ അതേ അളവിൽ തന്നെ പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരൊക്കെ കൂടിയാണെന്ന് അറിയാവോ? പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും കൂടിയാണ്. ആ ദൈവത്തിന്റെ കൂട്ടായ്മയാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും. നമുക്ക് ജീവൻ പകരുന്നത് ആരാണെന്ന് അറിയണ്ടേ? നമുക്ക് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രൈസ്തവരായ നമുക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അതായത് നമുക്ക് 2-3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ കൈകളിലെടുത്ത് വളരെ സന്തോഷത്തോടുകൂടെ ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വലിയ ഒരു കൂദാശ നമ്മൾ സ്വീകരിക്കുകയാണ്, ജ്ഞാനസ്നാനം, അല്ലേ? ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ സഭയുടെ മക്കളായി മാറി, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നു. അതിനുശേഷം നമ്മൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന ഒരു കുദാശയുണ്ട്, സ്ഥൈര്യലേപനം. ആ സ്ഥൈര്യലേപനം എന്നുള്ള കുദാശയിൽ നമ്മിൽ ആഴമായിരിക്കുന്ന വിശ്വാസം കൂടുതൽ ദൃഢത പ്രാപിക്കുന്നു. നമ്മൾ പഠിച്ച വിശ്വാസം നമുക്ക് ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്ഥൈര്യലേപനത്തിലൂടെ. ക്രിസ്ത്യാനികളായ നമുക്ക് ആത്മാവ്, അതാ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹിതം എന്താണോ അത് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ഈശോയെ വെളിപ്പെടുത്തി തരിക എന്നുള്ളത് തന്നെയാണ്. പേജ് 8 എടുത്തേ. Good day everyone, I'm Sister Pauline of the Daughters of St. Paul. Welcome to the first series of Nonsense, the gifts of the Holy Spirit. The gifts of the Holy Spirit belong in their fullness to Christ. They complete and perfect the virtues of those who receive them. They make the faithful docile to readily obeying divine inspirations. Wisdom improves our loving knowledge of God and all that leads to and comes from Him, allowing us to enjoy His presence. Understanding perfects our perception of the mysteries of the faith, enabling us to penetrate more deeply into the divine truths revealed by God. Counsel says to judge promptly, correctly, and according to the will of God.
Fortitude makes us steadfast in the faith, constant in struggle, and faithful in perseverance. Knowledge enables us to discover the supernatural truth contained in God's creation and reveals the path that we should follow on our journey to heaven. Piety teaches us the meaning of divine filiation, leading to a true love for God as our Father and for all human beings as His children. Fear of the Lord increases our sense of respect in the presence of an all-powerful and loving God. എങ്ങനെയുണ്ട്? നിങ്ങൾക്കത് ഇഷ്ടമായോ? പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു അല്ലേ? ഞാനത് മലയാളത്തിൽ നമുക്കത് വിവരിച്ചു തരാം. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ദാനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ദിവ്യ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവല്ല, അത് അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഉദാഹരണം, പഞ്ചസാരയെക്കുറിച്ച് അറിയുന്നതും പഞ്ചസാര രുചിച്ചറിയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിൽ ജ്ഞാനം ലഭിക്കാൻ നാം എന്താ ചെയ്യേണ്ടതെന്ന് ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുക. 111 സങ്കീർത്തനം 10-ാം വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അതായത് ദൈവഭക്തിയും ദൈവഭയവും ഉണ്ടെങ്കിൽ നമുക്ക് സിദ്ധിക്കുന്ന ഒരു ദാനമാണ് ജ്ഞാനം. 2. ബുദ്ധി അഥവാ അണ്ടർസ്റ്റാൻഡിങ്. പ്രായത്തിൽ വളരുമ്പോഴുള്ള അറിവല്ല ഇത്. വിശ്വാസ രഹസ്യങ്ങളുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കി തരുന്നു. അതിന്റെ കണ്ടന്റ്, അതിന്റെ ആഴത്തിലേക്ക് പോകാൻ നമുക്ക് ബുദ്ധി സഹായിക്കുന്നു. 3. ആലോചന അഥവാ കൗൺസൽ. നമ്മൾ സാധാരണഗതിയിൽ ആലോചനകൾ ചോദിക്കുന്നത് ആരോടാണ്? ആത്മശക്തി അഥവാ ഫോർട്ടിറ്റ്യൂഡ്. അസാധ്യമായ കാര്യം ആത്മശക്തി എന്നുള്ള ആ ദാനം നമുക്ക് ലഭിച്ചാൽ സാധിക്കും. തകർച്ചയിൽ പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അവന് ലഭിച്ചത് ഈ ദാനമായിരുന്നു. 6. ഭക്തി അഥവാ പയറ്റി. ദൈവത്തോട് പുത്രസഹജമായ സ്നേഹം മനസ്സിൽ ജനിപ്പിക്കുന്ന ദാനമാണിത്. അതുപോലെ തന്നെ എന്നുള്ള ബോധ്യം നമുക്ക് നൽകുന്നു. കണ്ടോ? വീഡിയോ കണ്ടോ? ഇഷ്ടമായോ? നല്ല രസമുണ്ടല്ലേ? ഓക്കെ. ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാർ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ എന്തെല്ലാം അതിൽ ശ്രദ്ധിച്ചു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്തെല്ലാമാണ് ശിഷ്യന്മാർക്ക് വന്ന മാറ്റം? എപ്പോഴ്? പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതിന് ശേഷം, അഥവാ ഈ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായതിനു ശേഷം. ആദ്യമായിട്ട് അവർക്ക് എന്തുണ്ടായി? ജ്ഞാനമുണ്ടായി അല്ലേ? 2. നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായി. അവർ ബുദ്ധിമതികളായി, അവർ അറിവുള്ളവരായി, അവർക്ക് ധൈര്യമുണ്ടായി. പേടിച്ച് വിറങ്ങലിച്ചിരുന്ന ശിഷ്യന്മാരാണ് ഈ അനുഭവം കഴിഞ്ഞപ്പോൾ അവർ ധൈര്യവാന്മാരായി മാറി. അവർ തീഷ്ണമതികളായ പ്രേക്ഷിതരായി മാറി. അവർ ലോകമെങ്ങ് സഞ്ചരിച്ച് ധൈര്യപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ നാം കണ്ട ഈ കാര്യങ്ങളില്ലേ, ശിഷ്യന്മാരിൽ വന്ന മാറ്റമില്ലേ? നമ്മൾ നേരത്തെ പഠിച്ച പരിശുദ്ധാത്മാവിന്റെ ദാനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ട, ഒന്നാമത്തേത് എന്താ നമ്മൾ പഠിച്ചത്? ജ്ഞാനം. കണ്ട, അവർക്ക് ശിഷ്യന്മാർക്ക് ആദ്യം ദൈവിക ജ്ഞാനമുണ്ടായി. 2. അവർക്ക് വിവേകമുണ്ടായി. 3. അവർ ബുദ്ധിമതികളായി. കണ്ട. 4. അവർ അറിവുള്ളവരായി. 5. അവർക്ക് ധൈര്യമുണ്ടായി. കണ്ട, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതാണ് നമുക്ക് പ്രത്യേകത. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും നമ്മളിൽ നിറയുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമാണത്. ഇനി നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നു എന്ന് മനസ്സിലായല്ലേ? പരിശുദ്ധാത്മാവിൽ ഒത്തിരി ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതുപോലത്തെ പ്രകടമായ വ്യത്യാസമാണ് നമുക്കുള്ള ശിഷ്യന്മാരിൽ കണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. സുവിശേഷ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങാൻ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നു.
സവിശേഷമായ ശക്തിയും ചൈതന്യവും നമുക്ക് നൽകുന്നു. ഭക്തിയും ദൈവഭയവും നൽകുന്നു. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ തിന്മയെ ചെറുക്കാനും പിശാചുക്കളെ അകറ്റാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അല്ലെ, എനിക്കും പരിശുദ്ധാത്മാവിനെ വേണമെന്നല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആ വചനം അവസാനിക്കുന്നത് തന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കണക്കിന്റെ ഭാഷ പറയുകയാണെങ്കിൽ 10 പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിച്ചാൽ എത്ര തരും? 100 പരിശുദ്ധാത്മാവിനെ എങ്കിലും പിതാവ് തന്നിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും തരും. അതാണ് പരിശുദ്ധാത്മാവിന്റെ കയ്യിലുള്ള ആ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് വാരിക്കോരി തരുന്ന നല്ല ദൈവമാണ്. ആയതിനാല് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇനി പേജ് 10 എടുത്തേ. കണ്ട, അതിലെ ഏറ്റവും മേലെ കൊടുത്തിരിക്കുന്നു, നമുക്ക് ദൈവവചനം ഓർമ്മിക്കാം. കണ്ട, ഇത് നമുക്ക് മനഃപ്പാഠമാക്കേണ്ട വചനമാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. നമുക്കത് ഒന്ന് ഏറ്റുപറയാം. ഞാൻ ചൊല്ലിത്തരാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. ഇത് നാം ബൈഹാർട്ടായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഇത് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ആവർത്തിച്ച് പിന്നീട് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി മനസ്സിലാക്കി, എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ഇനി വരുത്തണം അല്ലേ? അപ്പൊ കുറച്ച് സൽപ്രവൃത്തികൾ നമുക്ക് ശീലിക്കാം. എന്തൊക്കെയാണ്? എല്ലാ ദിവസവും രാവിലെ ഉണരില്ലേ? നമ്മള് ഉണർന്നു കഴിഞ്ഞാല് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കുരിശ് വരയ്ക്കണം അല്ലേ? പിന്നെ നല്ലൊരു ദിവസം നൽകിയ ഈശോയ്ക്ക് നന്ദി പറയണം. നോക്കിയേ, ഇന്നലെ നമ്മള് രാത്രിയിൽ കിടക്കാൻ പോയിട്ട് എത്രയോ പേരാണ് പ്രഭാതം കാണാതെ മരിച്ചുപോയത് അല്ലേ? നല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നല്ലൊരു പ്രഭാതം കാണാൻ സാധിച്ചു. അപ്പൊ ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? നന്ദി പറയുക. ഈശോയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണെന്നറിയോ? ഈ ക്ലാസ്സിലാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെട്ടത്. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മള് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും മുൻപായി നമ്മുടെ കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ് അല്ലേ? അതുപോലെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായിയുമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവിനോട് പറയുകയും അപേക്ഷിക്കുകയും വേണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദമാക്കി മാറ്റും. ഇനി നമുക്ക് 10-ാം പേജിൽ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? നമുക്ക് പാടാമെന്ന് പറഞ്ഞ ഒരു പാട്ട് അല്ലേ? അത് ഞാൻ വായിക്കാം. ഒന്ന് പുസ്തകം എടുത്ത് നോക്കിയതില് ഈ പാട്ടിലൂടെ നമ്മൾ പഠിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിറയുന്നതിന് വേണ്ടി ഉള്ള പാട്ടാണിത്. അത് അറിവെന്നുള്ള ദാനവും ധൈര്യം എന്നുള്ള ദാനവും ലഭിക്കുന്നതിന് വേണ്ടി നാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ അതിന്റെ വരികൾ പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. പറന്ന് പറന്ന് വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകും പരിശുദ്ധാത്മാവേ. എന്തുകൊണ്ടെന്നാല് പുസ്തകം എടുത്തപ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, പരിശുദ്ധാത്മാവിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ആരുടെ ഫോട്ടോയാണ്? പരിശുദ്ധാത്മാവിന്റെ ഫോട്ടോയാണ് അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ് പ്രാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ശാന്തിപ്രാവായി എഴുന്നള്ളി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അടുത്തത്, അറിവായി എന്നിൽ നിറഞ്ഞാലും നീ പരിശുദ്ധാത്മാവേ, എന്നാത്മാവിന് ധൈര്യം പകരൂ പരിശുദ്ധാത്മാവേ. ഒന്നും കൂടി
ഈടില് ഞാൻ ഒന്നും കൂടി വായിക്കാം, ശ്രദ്ധിച്ചോളൂ. പറന്ന് പറന്ന് വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകൂ പരിശുദ്ധാത്മാവേ, അറിവായി എന്നിൽ നിറഞ്ഞാലും നീ പരിശുദ്ധാത്മാവേ, എന്നാത്മാവിന് ധൈര്യം പകരും പരിശുദ്ധാത്മാവേ. ഇനി നമുക്ക് ഈ പാട്ട് എന്റെ കൂട്ടുകാരനായ സജി സാർ പാടി എന്റെ കൂട്ടുകാരനായ ടെസ്ലർ ഈണം ചെയ്ത പാട്ടാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പറന്നു പറന്നു വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകൂ പരിശുദ്ധാത്മാവേ. പറന്നു പറന്നു വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകൂ പരിശുദ്ധാത്മാവേ. അറിവായി എന്നിൽ നിറഞ്ഞാലും നീ പരിശുദ്ധാത്മാവേ, അറിവായി എന്നിൽ നിറഞ്ഞാലും നീ പരിശുദ്ധാത്മാവേ. എന്നാത്മാവിന് ധൈര്യം പകരും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിന് ധൈര്യം പകരും പരിശുദ്ധാത്മാവേ. പറന്നു പറന്നു വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകൂ പരിശുദ്ധാത്മാവേ. നമുക്ക് പേജ് 11 എടുക്കാം കേട്ടോ, പുസ്തകത്തില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രതിജ്ഞ ചെല്ലാനുണ്ട്. അപ്പൊ പ്രതിജ്ഞ ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപ് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കും. നമ്മൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്? എല്ലാവരും എണീറ്റ് നിന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കുക അല്ലേ? എന്നിട്ട് ഞാൻ ചൊല്ലിത്തരാം, നമ്മളത് ഏറ്റു ചെല്ലുക കേട്ടോ. എല്ലാവരും തയ്യാറായോ? ഓക്കെ. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കും. ഓക്കെ. ഇനി പേജ് 11 തന്നെ അതിൻ്റെ അകത്ത് നല്ലൊരു മനോഹരമായ പുസ്തകം, ഒരു പൂവ് നിങ്ങൾ കണ്ടില്ലേ? ഒരു വിരിഞ്ഞു നിൽക്കുന്ന പൂവ് അല്ലേ? നല്ല മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നല്ല മഞ്ഞ പുഷ്പം അല്ലേ? അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അതിന് എത്ര ഇതളുകളുണ്ട് നോക്കിയോ? ഒന്ന് എണ്ണി നോക്കിയേ. 7 ഇതളുകളുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചില്ലേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ? പരിശുദ്ധാത്മാവിന് എത്ര ദാനമുണ്ട്? 7. ആ ദാനങ്ങൾ ഓരോന്നെയും ഈ പുഷ്പത്തിന്റെ ഇതളുകളിൽ നാം എഴുതി ചേർക്കുക. ഇനി അതിന്റെ താഴെ നോക്കിയേ, ചേരുംപടി ചേർക്കാം എന്ന് പറഞ്ഞ് ഇടതുവശത്ത് 3 കോളവും വലതുവശത്ത് 3 കോളവും കൊടുത്തിരിക്കുന്നു. അത് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന ആ കോളത്തിന് ചേർന്ന പദം അടയാളപ്പെടുത്തി മൂന്നാമത്തെ വലതുവശത്ത് കൊടുത്തിരുന്ന കളത്തിൽ നിന്ന് ഉചിതമായ വരങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. ചേരുംപടി ചേർക്കുക എന്ന് പറയും. ഇനി പേജ് 12 എടുത്തേ. കണ്ട, അവിടെ ഒരു കടം കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ കടം കവിതയുടെ ഉത്തരം എഴുതുക എന്നുള്ളതാണ് അതിൽ ആവശ്യപ്പെട്ടേക്കുന്നത്. അതിങ്ങനെയാണ്: അറിവ് തരുന്നൊരു വെൺപ്രാവ്, അലിവേറുന്നൊരു വെൺപ്രാവ്, അരൂപിയായൊരു വെൺപ്രാവ്, ആരെന്നൊതുകി വെൺപ്രാവ്. അടിയിലെ ലൈനിലെ നമ്മൾ ഈ പഠിച്ച പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ ആ വെൺപ്രാവ് ആരാണെന്ന് അവിടെ എഴുതുക. ഇനി അതിന്റെ താഴെ നമുക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ള ഭാഗത്ത് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവും നോട്ട്ബുക്കിൽ എഴുതുക. ഇനി നമുക്ക് ഒരു ചെറിയ പ്രവർത്തനമുണ്ട് അല്ലേ? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഏകദൈവം അഥവാ ത്രിയേക ദൈവം അല്ലെങ്കിൽ ത്രിത്വം അല്ലേ? ത്രിത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി കൂടുമ്പോൾ നാം പറയുന്ന പദമാണ് ത്രിത്വം അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്ന് വെച്ചാല് പിതാവ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. പക്ഷേ ഒന്നിച്ചു കൂടുമ്പോൾ ത്രിത്വം എന്നാണ് വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ മൂന്നാണെങ്കിൽ തന്നെയും എന്നാൽ അവ ഒന്ന് തന്നെയാണ് അല്ലേ? അതാണ് ത്രിത്വത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ?
മൂന്നല്ല, ഒന്നാണ്. ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ത്രിയേക ദൈവത്തിൽ, അല്ലേ? അപ്പൊ ഇതിന് സമാന പദമായിട്ട് നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. നമ്മളുടെ കുടുംബം തന്നെ എടുക്കുക. കണ്ട, ഇതിന്റെ ത്രിത്വത്തിന്റെ വേറൊരു പതിപ്പാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, അല്ലേ? പിന്നെ ആരുണ്ട്? മക്കള്, നമ്മള് പേരുണ്ട്, അല്ലെ? നമ്മളും ഉണ്ട്, അല്ലേ? അപ്പൊ അപ്പച്ചൻ, അമ്മച്ചി, മക്കള്, ഇത് കൂടുന്നതാണ് കുടുംബം. മനസ്സിലായോ? ഇതേപോലെ ഒരു 3 സമാന പദങ്ങൾ കണ്ടെത്തി ആ നോട്ട്ബുക്കിൽ എഴുതി സ്കൂളിൽ ചെല്ലുമ്പോൾ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം. ആ നോട്ട് ബുക്കിൽ ഇത് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഏത്? ത്രിയേക ദൈവത്തിന് എന്നുള്ള പദത്തിന് സമാനമായ മറ്റു 3 പദങ്ങൾ കണ്ടെത്തുക. ഓക്കെ. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് 13ാം പേജ് എടുക്കാം. അത് 2ാം പാഠത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. 2ാം പാഠത്തിൽ കൊടുത്തിരിക്കുന്നത് സഭയുടെ ആരംഭമാണ്. അപ്പോൾ നമുക്ക് സഭയെ പറ്റിയാണ് നാം ഈ 2ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. സഭയെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നാം ഒരു കാര്യം അറിയണം. ഇതെന്താണ് ഈ സഭ എന്ന് പറയുന്നത്, അല്ലേ? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ അഥവാ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ക്രൈസ്തവ സഭ ആദ്യമായി ഈ ക്രൈസ്തവ സഭാ സമൂഹം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും മാതാവിനോട് കൂടെ സെഹ്യോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വലിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. അതാണ് നമ്മൾ പെന്തക്കോസ്ത അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ, നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ, ആ പെന്തക്കോസ്ത അനുഭവത്തിലെ ശിഷ്യന്മാർക്ക് വന്ന ആ മാറ്റത്തെ പറ്റിയാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചലനവും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കതിനെ വിലയിരുത്താൻ. അത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ അതിന് ഉത്തരങ്ങൾ തരണം. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഒരു 10 മിനിറ്റോളമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. നമുക്കത് കാണാം. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ അത് ഏൽപ്പിച്ചില്ല കേട്ടോ. എല്ലാവരും എണീറ്റ് വേണം പറഞ്ഞോളൂ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5. ഇത് നാം മനഃപ്പാഠമാകണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് വരാം. നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ആ ഹെഡിങ്ങിലേക്ക് വരും. അതിൽ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. എങ്കിലും നാം ഇപ്പോൾ പഠിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ കൂട്ടിപ്പിടിക്കും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നറിയ ഈശോയെ. സഭയാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളായി എന്നും നിലനിൽക്കുന്നതിനും ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ആമീൻ. ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് 15ാമത്തെ പേജിൽ തന്നെ പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞൊരു ഭാഗമുണ്ടോ? കണ്ടിട്ട് അത് നമുക്ക് എങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എന്റെ സഭയെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇന്ന് നാം എടുക്കാൻ പോകുന്ന പ്രതിജ്ഞ. അപ്പൊ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റ് തന്നെ കൈകൾ ഒരു ഉയർത്തിപ്പിടിക്കൂ. ഓക്കെ, ഇനി ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലുക. ഞാൻ എന്റെ സഭയെ സ്നേഹിക്കും. കൈകൾ താഴ്ത്തുക, ഇരിക്കുക. ഇനി നമുക്ക്
സൽപ്രവൃത്തികൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? നാം എല്ലാവരോടും സ്നേഹത്തോടു കൂടെ പെരുമാറണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും തല്ലുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സ്നേഹത്തിന്റെ അരൂപിയാണ് അല്ലെ? അപ്പൊ നമ്മളിൽ ആ സ്നേഹം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് മറ്റുള്ളവരും മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, പുഞ്ചിരിയോടെ സംസാരിക്കുക. അപ്പൊ എല്ലാവരും പറയും, ആ നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഒരു പാട്ട് പാടാം. ആ 15-ാമത്തെ പുസ്തകത്തില് നമുക്ക് പാടാമെന്നുള്ള ഭാഗം എടുത്തേ. ഞാൻ വരികള് വായിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, അനുപമ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയട്ടെ. നമ്മുടെ വീടും നമ്മുടെ നാടും ദൈവാരൂപിയിൽ നിറയട്ടെ. വിശ്വാസത്തിന് തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ. മനസ്സിലായോ? വരികൾ മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോ. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, അനുപമ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയട്ടെ. നമ്മുടെ വീടും നമ്മുടെ നാടും ദൈവാരൂപിയിൽ നിറയട്ടെ. വിശ്വാസത്തിന് തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ. ഇനി ഇത് നേരത്തെ പറഞ്ഞാൽ എന്റെ കൂട്ടുകാര് തയ്യാറാക്കിയ ആ പാട്ട് നമുക്ക് ഒന്ന് കേൾക്കാം. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, അനുപമ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയട്ടെ. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, അനുപമ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയട്ടെ. നമ്മുടെ വീടും നമ്മുടെ നാടും ദൈവാരൂപിയിൽ നിറയട്ടെ. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ. നമ്മുടെ വീടും നമ്മുടെ നാടും ദൈവാരൂപിയിൽ നിറയട്ടെ. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, ഒളിമങ്ങാതെ വിളങ്ങട്ടെ. എങ്ങനെയുണ്ട്? പാട്ട് ഇഷ്ടമായോ? ഓക്കെ, നല്ല പാട്ടല്ലേ? നമുക്ക് വീട്ടിലിരുന്ന് ഈ ഈണത്തില് പാടി പഠിക്കാം കേട്ടോ. ഇനി നമ്മള് പേജ് 16 എടുത്തേ. കണ്ടോ, അതിന്റെ അകത്ത് ചിത്രകേളി എന്ന് പറഞ്ഞ കെട്ടയിൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ അകത്ത് ആ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ ക്രമപ്രകാരം യോജിപ്പിക്കുക, എന്നിട്ട് അതിന് ഉചിതമായ കളറുകൾ കൊടുക്കുക. കണ്ടോ, അതിന്റെ താഴെ യോജിക്കുന്ന ഇലകൾ ചേരുംപടി ചേർക്കുക എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. 3 ഇലകൾ ഇടതുവശവും 3 ഇലകൾ വലതുവശവും. നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനും യോജിക്കുന്ന പദങ്ങൾ തമ്മിൽ വരയിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇനി 17-ാമത്തെ പേജ് എടുത്തേ. 17-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 4 വരി പാട്ട് എഴുതാനാണ്. അതിന്റെ അവസാന ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്റെ മനസ്സിൽ വന്നണയൂ. കണ്ട, ഇപ്പൊ നിങ്ങൾ 2 പാട്ടുകളിൽ നിന്ന് പഠിച്ചില്ലേ? അതിനാസ്പദമാക്കിയും നിങ്ങളുടെ നല്ല ചിന്തകളിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ പുതിയൊരു പാട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയുണ്ടാക്കാം. ഓക്കെ, ഇനി അതിന്റെ അവസാന ഭാഗത്ത് ഉത്തരം കണ്ടെത്താമെന്നുള്ള ഭാഗത്ത് 7 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും ഈ ക്ലാസ്സിൽ ഓൾറെഡി സാർ എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ എളുപ്പമല്ലേ? അപ്പൊ അത് ഉത്തരങ്ങൾ എഴുതുക കേട്ടോ. ഇനി നമുക്കൊരു പ്രവർത്തനമുണ്ട് ചെയ്യാൻ. ആദ്യത്തെ പാഠത്തിൽ നമ്മളൊരു പ്രവർത്തനം കണ്ടു അല്ലേ? ഇതിലെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളുടെ ഫോട്ടോസ് ശേഖരിക്കുകയോ വരയ്ക്കുകയോ ചെയ്ത് ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ് ഏത്? പ്രാവ് അല്ലേ? നമുക്കുണ്ടല്ലേ പ്രാവ്? നിങ്ങളുടെ ആ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചു വയ്ക്കുക.
പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളുടെ ഫോട്ടോസ് ശേഖരിക്കുകയോ വരയ്ക്കുകയോ ചെയ്യുക എന്ന് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. കണ്ടോ? ഇനി ഇത് രണ്ടാമത്തെ പാഠവും ഇവിടെ സമാപിക്കുന്നു. വളരെ നന്ദി. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. വേറെ ചോദ്യങ്ങളൊന്നും വരാഞ്ഞതുകൊണ്ട് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.